കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗീതുവിന്റെ കയ്യില് കുഞ്ഞുണ്ട്. ഈ സമയത്ത് ഗീത പറഞ്ഞു, അതെ ഇനിയിപ്പൊ പ്രിയയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാണെങ്കിൽ അവൾക്ക് ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, പക്ഷെ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, അതിന്റെ ഒരു മാർഗം ഉണ്ടെന്ന് പറയാം. എന്ത് മാർഗാ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ കാര്യം പറ, കാര്യം എന്താന്ന് പറ, എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം. അതിന് ഗോവിന്ദയോട് സമ്മതിക്കണം എന്ന് പറയും. ഞാൻ സമ്മതം തന്നോളാം, നീ കാര്യം പറഞ്ഞാലേ എനിക്ക് സമ്മതം തരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുക. അത് വിനോദിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയാം. വിനോദ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് നിന്റെ കയ്യിലിപ്പില്ലേ? നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അങ്ങനെ നിന്റെ അനിയനെ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്താന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കേണ്ട ഗീതു. ആ കാര്യം എന്താണ് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. കണ്ടേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക, എനിക്ക് ഒരു കാര്യം കേൾക്കണ്ട, നിന്റെ ഒരു കാര്യം കേൾക്കണം എന്ന് പറയണം. അപ്പത്തേനും രാധികാമ്മയും വിനോദും കൂടെ എങ്ങോട്ട് വന്നു. അവരെങ്ങനെ വന്ന് നോക്കുമ്പോ ഗോവിന്ദും ഗീതും കൂടെ ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. എന്തായിരിക്കും ഇവിടെ മോനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്താണെന്ന് അറിയത്തില്ല, കണ്ടിട്ട് എന്തോ ഒരു വഴക്കാന്നാ തോന്നേ. പെട്ടെന്ന് തന്നെ ഗോവിന്ദേട്ടാ പതൊക്കെ പറയതേ, കുഞ്ഞ് ഉണർന്ന് കരയൂന്ന് പറയാം. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിത് ഒരിക്കലും സമ്മതമല്ലാന്ന് പറയും. അങ്ങനെ നീ ഇപ്പൊ അങ്ങനെ സൂഹിക്കണ്ടെന്ന് പറയണം. ഓഹോ അങ്ങനെയാണല്ലേ, അന്നാ കണ്ടു, ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ദേ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗീതു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും രാധികാമ്മയും വരണം അങ്ങോട്ട് വരുവാണ്. എന്താണ് പ്രശ്നം? പെടക്കോഴി കൂവാൻ തുടങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞാലും നല്ല ദേഷ്യം വന്നു ഗീതുവിന്. ഗീതു പറഞ്ഞു, അതെ കൂവാൻ തുടങ്ങി, എന്താ നിങ്ങൾക്ക് കൂവണമെന്നുണ്ടോന്ന് ചോദിക്കും. രാധിക പറഞ്ഞു, എന്താടാ കണ്ണായത്, ഇതേ ഇവള് ഓരോന്ന് കിടന്ന് പറയാൻ തുടങ്ങിയല്ലോ എന്ന് പറയും. ആഹാ, ഇതേ മോന്റെ മോന്റെ അമ്മമ്മ വന്നിരിക്കുന്നു, എന്നാ ഇതേ മോനെ അന്വേഷിച്ച് വന്നിരിക്കുന്ന, എന്താ ചെല്ല മോനെ എന്ന് പറഞ്ഞ കയ്യിലേക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. ഈ സമയം രാധിക പറഞ്ഞു, വേണ്ട എനിക്ക് വേണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിനെ പിടിക്കും രാധികാമ്മേ. രാധികാമ്മ ഇത്ര വിഷമിച്ച് ഇവിടെ വന്ന് നിന്നല്ലേ പിടിക്കാൻ പറയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മ പെട്ടെന്ന് എന്ത് ചെയ്യണം, രാധികാമ്മ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് വരുൺ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. വരുണിന്റെ അടുത്തേക്ക് അതേ കുഞ്ഞിന്റെ നിന്റെ അമ്മാവൻ ഇതേ വന്ന് നിൽക്കുന്നു പറയണം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് വരുണിന്റെ അവിടെ നിന്ന് ഓടുവാണ്. ഇപ്പൊ ഏറ്റവും നല്ല മാർഗം ഗീതുവിന് അവരെ തുരത്താനുള്ള കുഞ്ഞാണ്. കുഞ്ഞിനെ എടുത്തോണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും വാണം വിട്ടുപോലെ രണ്ടുപേരും ഓടിക്കോളും. കാരണം അവരുടെ ശബ്ദം കേട്ട് കുഞ്ഞു കിടന്ന് കരയാൻ തുടങ്ങും. ഈ കാഴ്ച കണ്ടപ്പോ ഗോവിന്ദന്റെ ചിരി വന്നു. പിന്നീട് ഗീതു കുഞ്ഞിനെ കൊണ്ടുവന്ന് തൊട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തും. അതേ ഇനി മോനോടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് തൊട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തുവാണ്. ഈ സമയം പ്രിയ ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കുകയാണ്. ഗീതു പെട്ടെന്ന് പറയും, ഇന്നേ ഞാൻ നിന്റെ കൂടെയാ കിടക്കണമെന്ന് പറയാം. ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ത്യാഗങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഇങ്ങോട്ട് വരട്ടെ, എന്നെ വിളിക്കാനായിട്ട് വൈകുന്നേരം വരട്ടെ, ഇങ്ങോട്ട് കൂടെ കിടക്കാണ്ട് ഞാൻ പോകുന്നുണ്ട് എന്നൊക്കെ പിറുപിറുത്തോണ്ടിരിക്കുക. ഈ സമയം ചെറിയ ചിരിയോടെ പ്രിയ ഗീതുവിന്റെ ഈ പറച്ചിലൊക്കെ കേട്ടോണ്ടിരിക്കുക. ആ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പൊ തന്നെ ഗീതു എന്ത് ചെയ്യാണ്, പ്രിയയുടെ കൂടെ കട്ടിലെ കയറി ഇരിക്കുകയാണ്. പിന്നീട് മുടിയൊക്കെ കെട്ടി കിടക്കാനുള്ള തയ്യാറെടുപ്പോട് നടത്തുവാണ്. ഇത് ഗോവിന്ദ് കണ്ടു. ഗോവിന്ദ് വന്നിട്ട് ഒന്നുമില്ലാപ്പെട്ട മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ഗുഡ് നൈറ്റ് മോനു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ഗുഡ് നൈറ്റ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നീട് പ്രിയയോട് പറഞ്ഞു, ഗുഡ് നൈറ്റ് പ്രിയ എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ ഗീതു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഗോവിന്ദ് ആ വാതക്കിലേക്ക് ചെന്നു. ഇവളോട് ഇനി എന്താ പറയണേ, അതെ രാധികാമ്മേ പറഞ്ഞു നോക്കി അപ്പുറത്ത് ഉറങ്ങിയെന്ന് പറയണം. ഓഹോ, അവരെ താരാട്ടുപാടി ഉറക്കിയിട്ടായിരിക്കും കണ്ണൻ ഇങ്ങോട്ട് വന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ പ്രിയക്ക് ചിരി വന്നു. അതെ നീ കൂടുതൽ പറയുമൊന്നും വേണ്ടാന്ന് പറയണ, നീ കിടക്കാൻ വരുന്നുണ്ടോന്ന് ചോദിക്കും. ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇന്നേ പ്രിയയോടൊപ്പം ഇവിടെ കിടക്കണേന്ന് പറയാം. ഓഹോ, അപ്പൊ നീ മനഃപൂർവ്വല്ലേ നോക്കി, എന്ത് അല്ല നീ എന്തിനാ പ്രിയയുടെ കൂടെ കിടക്കുന്നത്? പ്രിയക്ക് നമ്മൾ രണ്ടും ഒരുമിച്ച് കിടക്കുന്നല്ലേ ഇഷ്ടം. അതെ ചിലപ്പോൾ പ്രിയക്ക് അങ്ങനെ ഇഷ്ടം കാണും. എപ്പോഴും ആ ഒരേ ഇഷ്ടം തന്നെയല്ല, ചിലപ്പോഴെങ്ങനെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് ദേഷ്യം ആണ്. അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ വാശി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് പ്രിയയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ എടുത്തിട്ട് ഗീത പറഞ്ഞു, മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ചെറിയ ചെറിയ ചില വഴക്കുകളൊക്കെ അല്ലേ, ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണമെങ്കിലേ ഇങ്ങനെ ചില വഴക്കുകളും കാര്യങ്ങളൊക്കെ നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയണം. പിന്നീട് നേരെ ഒന്ന് മുറിയിലേക്ക് ഇല്ലുക. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്ത് യോഗയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് മുഖമൊക്കെ കഴിയിട്ടും ഗീതു ചായ ആയിട്ട് വന്നില്ല. ഗോവിന്ദന് എന്തെന്നില്ലാത്ത ദേഷ്യം. വന്ന് അവൾക്കിപ്പൊ തന്നോട് ഒരു ഇഷ്ടമില്ലാതായിരിക്കോ, എന്നാലും അവളുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നോർത്തിട്ട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് രേഖ ചായയൊക്കെ ആയിട്ട് വരുന്നത്. അയ്യോ സോറി കേട്ടോ ഗോവിന്ദേട്ടാ, ഗോവിന്ദന്റെ ചായ കിട്ടിയില്ലെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പറയും. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞെന്ന് പറയാം. അതെങ്ങനെയാ, ഗീതുവിന് എന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ ഇപ്പൊ സമയമില്ലെന്ന് പറയാ. ഇത് കേട്ടും
രേഖ പറഞ്ഞു, അല്ല എന്തിനാ ഗീതുവിനെ കുറ്റം പറയുന്നേ? ഗോവിന്ദേട്ടൻ ഗീതുവിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിക്കപ്പം, എന്താ ഞാൻ അവളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയാം. അത് വെറുതെ കള്ളത്തരം പറയരുത് എന്ന് പറയണം. ഇത് ഏട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അതെ എനിക്കിപ്പോ ചായ കിട്ടിയില്ലെന്നോർത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവളുടെ വാശി അങ്ങ് ജയിക്കട്ടെ എന്ന് പറയണം. അത് ഗോവിന്ദേട്ടാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കാന്നറിയാം. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അവള് പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന രീതിയിലാ അവള് പിടിക്കുന്ന ഭാഗം ജയിക്കണം. അങ്ങനെ ജയിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതെ ഞാൻ ചായ കുടിക്കാതെ വെള്ളം കുടിക്കാതെ ഒക്കെ പട്ടിണി എൻ്റെ ചെറുതിലെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചായ കിട്ടിയില്ലെന്നോർത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രേഖ പറഞ്ഞു, ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടൻ ചായ കുടിച്ചാൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഇന്നലെ ഉച്ച മുതൽ ഗീത ഫുഡൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണേ. ഫുഡൊന്നും കഴിച്ചിട്ടില്ലേ? ഗോവിന്ദ് പെട്ടെന്ന് ചായ കുടിക്കുന്ന അങ്ങോട്ട് നിർത്തി. അതെന്താ? എന്താണെന്നറിയത്തില്ല, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇതായിരിക്കും. ഗീതു പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ഗോവിന്ദ് പെട്ടെന്ന് എന്ത് ചെയ്യണം, ചായ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേനും ഗീതു അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗീതുവിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗീതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സോറി മാപ്പെന്ന് പറയണം. ഓ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ ഒരു മാപ്പ്, എന്നോട് ആരും സോറി ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറയാം. ശോ എന്താ ഗീതു, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. എന്തേ നീ എന്തിനാ ഇങ്ങനെ പട്ടിണി ഇരിക്കുന്ന വയ്ക്കും? ഞാൻ പട്ടിണി ഇരുന്നാൽ കണ്ടേണ്ട എന്താ കുഴപ്പം? ഓ പട്ടിണി ഇരുന്നപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, ഞാൻ സോറി പറഞ്ഞല്ലോ. നീ എന്തിനാ ഇങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കുന്നേ? ഇന്നലെ ഞാൻ അങ്ങനെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ ഇനി നിന്നോട് മിണ്ടത്തൊന്നും ഇല്ലാന്ന്. അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ നിന്നോട് മിണ്ടിക്കൊണ്ട് വന്നല്ലോ. വാ എഴുന്നേറ്റ് വാ, വന്ന് ഫുഡ് കഴിക്കാൻ പറയണം. ഇത് കേട്ടാൻ ഗീത പറഞ്ഞു, ഞാൻ ഇനി ഫുഡ് കഴിക്കണമെങ്കിൽ വിനോദ് ഇങ്ങോട്ട് വരണം. വിനോദ് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഞാൻ ഇനി ഫുഡ് കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറയാം. ആണോ? അന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ മോൾ ഇവിടെ ഇരുന്നു, വിനോദിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്റെ മോൾ ഇനി ഫുഡ് കഴിക്കണ്ടെന്ന് പറയണം. അതോർത്ത് എന്റെ മോൾ അങ്ങനെ ഇരിക്കാൻ വേണ്ട, അതിന് വെച്ച വെള്ളം കൂടെ വാങ്ങി വെച്ചേക്കാൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, ആണോ അന്നാ കാണിച്ചു തരാന്ന് പറയാണ്. ഇതേട്ടൻ ഗോവെന്ന് പറഞ്ഞു, അതെ നീ പട്ടിണി കിടന്ന് ഇവിടുന്ന് ചാകുമെന്ന് പറയണം. ചത്തോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെ പട്ടിണി കിടന്നിട്ട് നീ മെലിഞ്ഞു ഉണങ്ങി പോകും ഗീതു, നിന്നെ കാണാൻ ഒരു ഭംഗിയും കാണത്തില്ലെന്ന് പറയാം. ആയിക്കോട്ടെ എന്നെ കാണാൻ ഒരു ഭംഗിയും വേണ്ടെന്ന് പറയണം. അപ്പത്തേനും രാധികാമ്മയും വരുണും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിക്കും ഭയങ്കര ടെൻഷനാ. ഇനി എന്തേലും കാര്യങ്ങളാണോ ഗീത പറഞ്ഞു കൊടുക്കാൻ പോണെന്ന് അറിയത്തില്ലോ. എടാ വരണേ, അവരെന്തോ സംസാരിക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, അമ്മ അങ്ങോട്ട് പോയി കേൾക്ക് എന്താ പറയണത്. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ എന്ത് വിചാരിക്കും? നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം. വേണ്ട നമുക്കിവിടെ നിൽക്കാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് കേൾക്കും എന്താ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, ഗീതു ഒരു കാര്യം ചെയ്ത് നീ ഫുഡ് കഴിച്ചില്ല, ഞാനും കഴിക്കാൻ പോകുന്നില്ല, ഞാനും ചാവട്ടെ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, സീനിയോറിറ്റി എനിക്കാ, ഞാനാണ് ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ആഹാരം കഴിക്കാതിരിക്കുന്നത്, അപ്പം ഞാൻ ആദ്യം മരിക്കുള്ളൂ എന്ന് പറയാം. പെട്ടല്ലോ പുല്ല്, ഇനി ഇപ്പം എന്ത് ചെയ്യും? അവസാനം ഗോവിന്ദ് പറഞ്ഞു, ശരി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, പക്ഷെ ഒരു കാര്യമുണ്ട്, 12 മണിയാകുമ്പോഴത്തേന് ഞാൻ പുറത്തു പോകും. ആ പുറത്തു പോകുന്ന സമയത്ത് വിനോദം ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. സമ്മതിച്ചല്ലോ? അതൊക്കെ സമ്മതിച്ച് എൻ്റെ കണ്ണേട്ടാന്ന് പറയാം. ഇത് കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ വരാൻ തോന്നുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ വരുൺ രാധികാമൻ നിൽക്കുന്നുണ്ട്. ഓ ദേ മരാമത്തുകൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. അല്ല ഇപ്പോൾ ഒരു ഉമ്മ തരാമെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് നോക്കിക്കഴിയുമ്പോൾ അവരുടെ നിൽക്കുന്നുണ്ട്. ഈ പണ്ടാരങ്ങളെ കൊണ്ട് ഒരു സ്വൈര്യമില്ലല്ലോ, ഇത് എന്തൊരു വർഗം എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രാധികാമേ വരണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഗീതു പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ വിനോദിനെ വിളിച്ചൊന്ന് പറയട്ടെ, വരുന്ന കാര്യത്തേക്ക് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഗീതു സന്തോഷത്തോടു അങ്ങോട്ട് പോവാണ്. പിന്നീട് എന്നിട്ട് വിനോദിനെ വിളിക്കണം. അപ്പൊ ഈ സമയത്ത് വിനോദ് വിലാസിനെ കൈപിടിച്ച് സെറ്റിയിലേക്ക് കൊണ്ടിരുത്തി. ഇത് ഗീതു ചേച്ചി വിളിക്കുന്നുണ്ടെന്ന് പറയും. കോൾ എടുക്കണം മോനെന്ന് പറയണം. അങ്ങനെ കോൾ എടുത്ത് പറഞ്ഞ്, ആഹാ വിനോദേ എന്റെ അമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കണം. അതെ അമ്മയുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയണം. അതെ നിനക്കൊരു സന്തോഷ വാർത്ത ഞാൻ പറയാൻ പോണേ. അതെ ഇന്ന് പ്രിയനെ കണ്ടിട്ട് നീ ഇങ്ങോട്ട് പോരേന്ന് പറയാണ്. ഇരിക്കട്ടെ വിനോദ് ചോദിച്ചു, സത്യമാണോ ചോദിച്ചു പറയണേ നിൽക്കും. സത്യവാ, അതെ കണ്ണായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഓ ഇപ്പഴേ എനിക്കൊരു സമാധാനമായത്, ഞാൻ വരാട്ടോ. വിലാസിനെ ചോദിച്ചു, അല്ല മോളെ ഞാനിവിടെ വന്നോട്ടെ വിനോദിന്റെ കൂടെ എന്ന് പറയാം. വേണ്ടമ്മേ ഇപ്പൊ വന്നാൽ ശരിയാകത്തില്ല, ഇവിടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗോവിന്ദന്റെ മനസ്സ് അത്ര ക്ലിയർ ആയിട്ടില്ല, അതിനുശേഷം വന്നാൽ മതി. അതെ അതിനുശേഷം എല്ലാവരും സന്തോഷകരമായിട്ടിരിക്കും വേണം എനിക്ക് അമ്മേനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. എന്നിട്ട് അമ്മ ഇവിടെ ഒന്ന് പ്രിയനും കുഞ്ഞിനെ കണ്ടാൽ മതി എന്ന് പറയും. വിലാസിനിക്ക് വിഷമം എന്തെങ്കിലും കുഴപ്പമില്ല മോളെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയണം. അപ്പത്തിനും ഭദ്രം വന്നിട്ട് പറഞ്ഞു, അതെ എന്റെ ചക്കരക്കുടത്തിനെ കാണാനായിട്ട് എനിക്കിവിടെ വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പം ഇത് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞേക്ക അച്ഛൻ അങ്ങോട്ട് വരണ്ടാന്ന് പറയാണ്. നീ എന്താ അവളെ ഇങ്ങനെ പറയാം? അപ്പൊ അച്ഛൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയാം. അച്ഛൻ വന്നാൽ പ്രശ്നം ശരിയാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ട വിനോദ് പറഞ്ഞു, അതെ ചേച്ചി ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. നീ വിനോദെ അച്ഛൻ അങ്ങോട്ട് വന്നാൽ നിനക്കൂടെ നിന്റെ പ്രിയനെ കാണാൻ പറ്റില്ല എന്ന് പറയണം. അച്ഛനെയൊക്കെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു, ചേച്ചി ധൈര്യമായിട്ട് ഫോൺ വെച്ചോളാൻ പറയണം. അങ്ങനെ ഗീത ഫോൺ വെച്ചു. ഈ സമയത്ത് ഭദ്രം പറഞ്ഞു, അതെന്താ എനിക്ക് എന്റെ കൊച്ചുമാനെ കാണണ്ടെന്ന് ചോദിക്കണം. കൊച്ചുമാനെ കാണാൻ പിന്നെ പോയാൽ മതി, അച്ഛൻ തൽക്കാലത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് വിനോദം അങ്ങോട്ട് പോവാ.
ഈ സമയം വിലാസിന് പറഞ്ഞതേ തൽക്കാലത്തേക്ക് നിങ്ങളെ ഒതുക്കാൻ ഇപ്പൊ ഞാൻ മാത്രം മതി. പറഞ്ഞു കേട്ടല്ലോ, നിങ്ങളിപ്പോ ഒരിടത്തേക്കും ആരെയും കാണാൻ പോകുന്നില്ലെന്ന് പറയും. ഓ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാന്ന് പെട്ടെന്ന് വിലാസിന് പറഞ്ഞു. അതെ രാവിലെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒരു കാര്യം ചെയ്യാം, മദ്യക്കുപ്പി അവിടെ ഇരിപ്പില്ലേ, രാവിലെ എടുത്ത് അടിക്കാൻ തുടങ്ങാൻ പറയണം. അങ്ങനെ അടിക്കുകയാണ്, അവിടെ ഇരുന്നോളൂ എന്നൊരു പ്രതീക്ഷയാണ് വിലാസിനെ ഇവിടെ ഉള്ളില്. ഈ സമയം ഭദ്രൻ പോയി മദ്യക്കുപ്പിക്ക് എടുത്തു ഫ്രിഡ്ജിനകത്ത് നിർത്തിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്നും ഭദ്രൻ ഇന്ന് കാണാൻ പോവും, ഗോവിന്ദനെ കാണാനായിട്ട് ഇന്ന് അറക്കൽ വീട്ടിലേക്ക് പോകും. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. പിന്നീട് വിനോദ് അറക്കൽ വീട്ടിലേക്ക് വരുവാണ്. അറക്കൽ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അയ്യപ്പണ്ണ ഓടി ഇറങ്ങി വന്നു. അല്ല വിനോദോ, നീ എന്തിനാ വിനോദം ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ദേ ഗോവിന്ദങ്ങനെ കണ്ട ആ പട പ്രശ്നമാവെന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല, അത് ഗോവിന്ദേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ, എന്നോട് ഗീതി ചേച്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ടാന്ന് പറയാം. എടാ മോനെ, എന്നാലും ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിനോദ് അകത്തേക്ക് കയറി പോവാണ്. അപ്പത്തേക്കും വരുൺ രാധികാമ്മ അങ്ങോട്ട് പറഞ്ഞു വന്നു. വരും വന്നിട്ട് അവന്റെ കോളറിനെ പിടിച്ചിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം വിനോദെ, പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ കൊന്നയെ കൊല വിളിക്കുമെന്ന് പറയണം. ഇതേട്ടിപ്പോ രാധികാമ്മ പറഞ്ഞു. അവന്റെ ധൈര്യം കണ്ടില്ലേ, നീ ഒറ്റ എഴുത്തം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്റെ പ്രിയമോൾ ഈ അവസ്ഥയെ കിടക്കാൻ കാരണം നീയാ, നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് കഴിയുന്നുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് ഗീത് വന്നിട്ട് പറഞ്ഞു. അതെ നിങ്ങൾ എന്താ പറയണേ? അതെ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഞാനാന്ന് പറയണേ. ഈ സമയത്ത് ഗോവിന്ദ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇവളോട് ഞാൻ പറഞ്ഞ താൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് വരാനല്ലേ പറഞ്ഞ, എന്നിട്ട് എന്താ താൻ പുറത്ത് പോകുന്നതിന് മുമ്പ് ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നേ. ഗോവിന്ദനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഗീത് പറഞ്ഞു. അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങോട്ട് ഇവനെ വിളിച്ചു വരുത്തിയത് ഞാനാന്ന് പറയാണ്. ഓഹോ നീയാണല്ലേ, എനിക്കറിയാം നീ ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കണ്ണനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ആണോ? എന്നാ നീ ചെന്ന് പറഞ്ഞു കൊടുക്കടാന്ന് പറയണം. നീയോ? നീ എന്നെ എന്താ വിളിച്ചേ? അതെ നീ എന്ന് തന്നെ വിളിച്ചതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വരുൺ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി ഇതിന് ശേഷം സേതുവിന്റെ പല്ലവിയുടെയും ഉണ്ണിമോടെ അയ്യപ്പസ്വാമി എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഇന്ന് മുതൽ ഞാൻ ഇഷിതയുടെയും മഹേഷിന്റെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടോ. അപ്പൊ എല്ലാവരും അതും കൂടെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.